മൂകാംബികയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. പിന്നെ കാസർഗോഡ് കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും ഇഷ്ടംപോലെ വഴിയുണ്ട്. സംഗടി അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കിനി പോണ വഴിയുള്ള കുറച്ച് കാര്യങ്ങളും അതൊക്കെ കാണാം കേട്ടാ. ശ്രീമോൾ ക്ഷീണിതയായോ? ഡ്രൈവറും ക്ഷീണിച്ചു. ഗൈസ്, നമ്മൾ ഉടുപ്പി വെജ് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത യാത്ര. എങ്ങനെയുണ്ട് ഉടുപ്പി ഫുഡ് എന്നുള്ളത് അറിയില്ല, നോക്കാം. ഗൈസ്, നമ്മുടെ ഫുഡ് വന്നുട്ടാ. നമ്മൾ മിനി താലിയാണ് ഓർഡർ ചെയ്തത്. മോൻ ഓർഡർ ചെയ്തത് വെജ് ഫ്രൈഡ് റൈസാണ്. നമ്മൾ അമ്പലത്തിലേക്കല്ലേ പോണത്, അപ്പോൾ അത് കാരണം വെജിറ്റേറിയനാണ്. താലി എങ്ങനെയുണ്ട് നോക്കട്ടെ, കഴിച്ചോക്കട്ടെ കേട്ടാ. കുഴപ്പമില്ല. സാമ്പാർ നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് അല്ല. സാമ്പാറിൻ്റെ ഒരു മസാലക്കറിയുടെ ടേസ്റ്റ് ഉണ്ടല്ലേ. സാമ്പാറല്ല ഇരിക്കുന്നു. മോളെ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? കുഴപ്പമുണ്ടായില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാർ, രസം, മോര്, അച്ചാറ്, പപ്പടം ഇതൊക്കെയായിരുന്നു ഇതിലുണ്ടായിരുന്നു. പായസമില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ കവാടത്തിലെത്തിയിട്ട 5:30 ആയിട്ടുണ്ട്. സമയം 11:30 ഒക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് പോകുന്നതാണ് തളിപ്പറമ്പ്. 5 മണിയായപ്പോൾ പിന്നെ നമ്മൾ ചായ കുടിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ളൊരു കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് റൂം കിട്ടുമെന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ വന്ന് തൊഴാൻ വിചാരിച്ചിട്ടുള്ളത്. ഗൈസ്, നമ്മളങ്ങനെ മൂകാംബികയിൽ റൂം എടുത്തുട്ടാ. കണ്ടില്ലേ ഗൈസ്, ഇതാണ് അവസ്ഥ. നല്ല മഴ.
അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. സാഹസികമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. മറക്കില്ലേ ഈ തിരക്ക്. നമ്മൾ മസാല ദോശയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. മസാല ഇവിടെ മസാല ദോശ കാര്യം ഉണ്ടായില്ലേ, മസാല കേടായിരുന്നു. കാലത്തത്തെ ചട്നി ഫ്രിഡ്ജിൽ വെച്ച ചട്നി ആയിരുന്നു, നല്ല തണവുണ്ടായിരുന്നു. ഒരു കണക്കിന് കുറച്ച് തിന്നു. നമ്മളങ്ങനെ റൂമിലെത്തിയിട്ടാ. ഇനി നാളെ സൗപർണികയിൽ കാല് കഴുകണം. ഇന്ന് കഴുകാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരം എടുത്ത് കുളി കഴിഞ്ഞ് ഒന്നും കൂടെ തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കല്ലായിരുന്നു. ഇന്നും നല്ല തിരക്കാവും. പുറത്തുനിന്നിട്ടായിരുന്നു തൊഴുതിട്ട് വരാൻ. ആ നമ്മൾ തൊഴുതിറങ്ങിയിട്ടാണ്. ചെരുപ്പ് കൂടെ കൊടുത്തിട്ടുണ്ടായി. ഇപ്പോഴും നല്ല തിരക്ക് തന്നെയാ. ഈ ഒരു പാലം കടന്നാല് ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജിലേക്ക് എത്തും. വണ്ടിയൊന്നും ഇങ്ങോട്ട് വണ്ടേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മൾ താമസിക്കണ നാഗശ്രീ ലോഡ്ജ്. കുറച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങും.
ചായ കുടിക്കാൻ പോവാ. ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങും. ഞാൻ പൂരി ഭാജിയാനാട്ടാ കഴിക്കണത്. അവർക്കാർക്കും വന്നിട്ടില്ല. ഇവിടെ ഇന്നലെ തൊട്ട് കറണ്ട് ഇല്ല. ഇടിവെട്ടും മഴയും കാറ്റായ കാരണം ഈ ജനറേറ്ററിൻ്റെ സൗണ്ട് കാരണം കേൾക്കണ്ടാവില്ല ഞാൻ പറയണത്. അപ്പം കഴിച്ചിട്ട് വരാട്ടാ ഗൈസ്. നമ്മളങ്ങനെ മൂകാംബികയെന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെ 100K 200K കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണത്. എൻ്റെ ഒരു സന്തോഷം സമാധാനത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.